Okay, all of you, you can mark your attendance now. You can type your attendance in the chat box now. Okay. All of you had your lunch? Yes. Yes. Okay. Yes. No. Okay, lunch കഴിക്കാത്തവരൊക്കെ lunch കഴിക്കണം കേട്ടോ. No. No. ടീച്ചർ ഫോട്ടോ എടുക്കുന്നില്ലേ? എറിക്ക് അറിഞ്ഞില്ലേ? ഞാൻ ഫോട്ടോ എടുത്തു അതിന്റെ ഇടയ്ക്ക്. എറിക്ക് ശ്രദ്ധിച്ചില്ല അല്ലേ? ഫോട്ടോ ഒക്കെ എടുത്തു നേരത്തെ. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സോട് ശ്രദ്ധിക്കണേ. ആരുടെയോ ഏടെയോ സൗണ്ട് ഓൺ ആക്കുമ്പോ ഒരു പ്രശ്നം കേൾക്കുന്നുണ്ട്. ഒരു സൗണ്ടിന്റെ ഒരു വൈബ്രേഷൻ പോലെ കേൾക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമ തീർന്നു അല്ലേ? സെമസ്റ്റർ തീർന്നു. All of you take your second semester textbook. Second semester textbook. Second semester, semester 2. Semester 2. ന്റെ ഫസ്റ്റത്തെ പാട്ടിന്റെ പേര് ലവ്ലി ഈസ്റ്റർ. Lively, 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 liveliest. Good afternoon, Amana. It's a very, very interesting chapter. Very interesting ആണ്. അത് നോക്കിയായിരുന്നു. ഓക്കെ, നിങ്ങൾ ഇന്ന് അടങ്ങി ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നിങ്ങൾ നല്ല കുട്ടികളാണ് എനിക്കറിയാം. വെരി ഗുഡ് സ്റ്റുഡന്റ്. ഓക്കെ, നമ്മള് ലാസ്റ്റ് സെമില് വി സ്റ്റഡീഡ് അബൌട്ട് കളർഫുൾ നോർത്ത് അല്ലെ? നമ്മൾ നോർത്തിനെ കുറിച്ച് പഠിച്ചില്ലേ? കളർഫുൾ നോർത്ത് എന്ന് പറഞ്ഞ്. Then we studied about wonderful west അല്ലെ? വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റ് പാർട്ടിനെ കുറിച്ച് പഠിച്ചു. Now we are നോർത്ത് കംപ്ലീറ്റ്, വെസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, and it's the time to study eastern part of the India. Yeah, we are going for a trip to the we are going for a trip to the eastern India. നമ്മൾ ഈസ്റ്റേൺ ഇന്ത്യയിലോട്ടാണ് പോകുന്നത്. ഇന്നും അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ ഈസ്റ്റേൺ ഇന്ത്യ കേട്ടോ. ഒരു ടൂർ ആണ്. ഓക്കെ, and do you remember the name of states in eastern part of the India? ഇപ്പം കയറിയതേ ഉള്ളൂ. Okay, no problem, Fatima Bahrain. State. Name of state. Wait. ഞാൻ ചോദിക്കാം. Answer. Can you say the name of a state in eastern India? Eastern part of India. Miss, page number പറയാ. Page number 208. 208. Okay. Fatima Marin, you should mark your attendance. Okay, don't forget that. Rishikesh. Semester 2 എടുക്കേ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? നമ്മള് ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയില്ലേ സോഷ്യല്. ഇനി സെമസ്റ്റർ 2 നമ്മള് സോഷ്യൽ പഠിക്കണ്ടേ? നമുക്ക് സെമസ്റ്റർ 1 തന്നെ കിടന്നാ മതിയോ? No. Okay. ഏതെടുത്തത്? റിവിഷൻ എക്സാം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ റിവിഷൻ? എക്സാം എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഇനി റിവിഷന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങൾ തന്നെ റിവിഷൻ ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങൾ കംപ്ലീറ്റ് എക്സാമിന് പഠിക്കുമ്പോ ആ ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ട. അത് സാരില്ല കേട്ടോ. ക്ലാസ് ഇനിയാണെങ്കിൽ റിവിഷൻ ഒറ്റ ചെയ്യണേ. എന്തായാലും കംപ്ലീറ്റ് പഠിച്ചല്ലോ. അടുത്ത പരീക്ഷക്ക് റിവിഷൻ നടത്തോ? അടുത്ത പരീക്ഷ ആവുമ്പോ നമുക്ക് ഈ ചാപ്റ്ററിന്റെ റിവിഷൻ നമുക്ക് ഈ സെമസ്റ്റർ എൻഡ് ചെയ്യുമ്പോ മാർച്ച് ഒക്കെ ആവുമ്പോഴല്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ടൈമില്ലേ അല്ലേ? ഓക്കെ, സോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ഓഫ് ആൻസറോടല്ല ചോദിച്ചു. ആൻസർ കിട്ടിയോ? ആൻസർ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പേജ് നമ്പർ 209 എത്തണം. അവിടെ വീഡിയോ ഉള്ളത്. 208 കംപ്ലീറ്റ് ആയാലേ 209 എത്തൂടെ. അപ്പൊ നിങ്ങൾ അടങ്ങിയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അടങ്ങിയിരുന്നാൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാമെന്ന്. ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് പേജ് എത്തണം. ഓക്കെ, ആൻസർ. ഡു യു നോ ദ ആൻസർ?
No. Okay, no problem. Aniha, tell me. The name of any state. Arunachal Pradesh. Okay. Arunachal Pradesh. Very good. Arunachal Pradesh is a state in the eastern part of the India. West Bengal. Very good. Then, yeah, Chhattisgarh. Then Nagaland. Nagaland. Then Assam. which one? Assam. Ah, okay. Assam is also there. Then Manipur. okay. Then Manipur. Tripura, Manipur. Okay. And that is Chhattisgarh. Okay, all of you listen here. Chhattisgarh, Odisha, Jharkhand, West Bengal, Odisha. Very good. Sikkim. Kolkata. Okay, Sikkim is not. No, tell me. Kolkata. Yes, all of Kolkata is not a state. Kolkata is the capital of West Bengal. Okay, so Chhattisgarh, Odisha, Jharkhand, West Bengal, Sikkim, then Meghalaya, Assam, Arunachal Pradesh, Nagaland, Manipur, Mizoram, Tripura. These are the states in the eastern part of the India. The number നിങ്ങൾ കൗണ്ട് ചെയ്തായിരുന്നോ ഞാൻ പറഞ്ഞപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ട്രൈ ചെയ്ത് നോക്കിക്കേ എത്ര ആരാ കറക്റ്റ് നമ്പർ പറയുന്നത് Is it a capital ആണോ? Capital number of states in the eastern part of India. 12. 12. Okay. 13 ഇല്ല 12 ഉള്ളോ 30. ഉറപ്പിച്ചോ 12 ഉറപ്പിക്കാം 12. Yes, there are 12 12. states. Yes, 12 states. Very good, very good. 12 states in eastern part of the India. Yes, we are going to study about the capital of these states in this chapter. These states ഒക്കെ ക്യാപിറ്റൽസിനെ കുറിച്ചും ആ സ്റ്റേറ്റ്സിലെ പ്രത്യേകതകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ പഠിക്കുമ്പോൾ ഇന്ത്യനെ കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നോർത്ത് പഠിച്ചു, വെസ്റ്റ് പഠിച്ചു. Now it's eastern part. Next chapter we will study about the southern part of the India. അപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ചൊക്കെ പഠിക്കും അല്ലെ? സദേൺ പാർട്ടിലല്ലേ നമ്മുടെ കേരളം ഉള്ളത്. ഈസ്റ്റ് ഉണ്ട് സൗത്ത് ഉണ്ട് ഈസ്റ്റ് നമ്മൾ പഠിച്ചില്ല. വെസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? നോർത്തും പഠിച്ചു. ആൻഡ് ഇൻ ദിസ് സെമസ്റ്റർ we will study about east and south. Okay. So get started എന്നുള്ളത് നോക്കിയിട്ടില്ല. Yes, we are going to get started. ഞാൻ പറയാൻ വേണ്ടി പോവായിരുന്നു. പറയാൻ വേണ്ടി പോകുമ്പോഴാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല. വീഡിയോ കാണിച്ചു തരാം. വീഡിയോ കാണിച്ചിട്ട് സ്പീഡിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ready? Here are the names of few cities in eastern India. Look at your textbook. Color the capital cities in. You can use the atlas. Atlas use ചെയ്യേണ്ട page number 208. 208 is the page number. Late ആയിട്ട് വരുന്ന ആൾക്കാർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. Okay, that is the names of few cities in eastern India. Color the capital cities. The capital cities, capital ആയിട്ടുള്ള സിറ്റീസ് മാത്രം നിങ്ങൾ കളർ ചെയ്താൽ മതി. കളർ ചെയ്യേണ്ട, ജസ്റ്റ് ടിക്ക് ഇട്ടാൽ മതി. പെന്നും കൊണ്ട്, പെൻസിലോ പെന്നും കൊണ്ട് ടിക്ക് ഇട്ടാൽ മതി. കളർ ചെയ്യേണ്ട. നിങ്ങൾക്ക് കളർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കളർ ചെയ്തോ കേട്ടോ. ഇപ്പൊ ടിക്ക് ഇട്ടാൽ മതി, പിന്നെ കളർ ചെയ്യുക. ഓക്കെ, സോ find out the capital cities from the given list. ഒന്നുകൂടെ, the names of few cities in eastern India is given here. Color the capital cities. Page number 208. 208. Okay. ഏതൊക്കെയാ ഇതില് ക്യാപിറ്റൽ സിറ്റീസ് ഉള്ളത്? ഇറ്റാനഗർ. ഇറ്റാനഗർ ക്യാപിറ്റൽ സിറ്റി ആണോ?
Yeah. Okay, Itanagar. Okay, Itanagar is the capital city of which state? It is the capital. Yeah, very good, very good. Itanagar is the capital of Arunachal Pradesh. The next one. Ranchi is the capital of. Jharkhand. Yes, Ranchi is the capital of Jharkhand. So put a tick mark in the Ranchi also. Next. Dispur. Dispur. Assam. Dispur is the capital of Assam. So you can put a tick mark. Assam. Dispur too. Okay, next one. Great. Mr. Parnera. Gangtok. Yeah, Gangtok. And Gangtok is the capital of Sikkim. Yeah, Gangtok is the capital of Sikkim. So you can put a tick mark near Gangtok. Aniha നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എല്ലാത്തിന്റെ ആൻസർ ആണോ അനിഹ? വെറുതെ ഇരിക്കുമ്പോ നേരത്തെ ചെയ്തല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് അങ്ങനെ വേണം ചെയ്യാം കേട്ടോ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് അറിയാവുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ ചെയ്യാം. നോ പ്രോബ്ലം. Next, Kolkata is already colored. Next one. Gangtok. Gangtok is the capital of Sikkim. Very good, Amana. Next one. Aizawl. Last one. Aizawl. Kanda. A-I-Z. Aizawl. Yeah, Itanagar is there. Aizawl is the capital of Mysora. Mizoram. Very good. Okay, all of you listen. Aizawl. All of you listen. Okay. I am going to tell you the answer. That is the cities in the capital cities here. First one, Itanagar. Itanagar എല്ലാവരും മാർക്ക് ചെയ്താണോ? Next one, Ranchi. Yes. Did you mark the Ranchi? Yes. Then next one, Dispur. Did you mark the Dispur? Okay. Next one. Okay. Next one, Gangtok. Yes. Okay. Next one, Aizawl. Yes. Okay, that is there are 1, Itanagar, Ranchi, Dispur, Gangtok, Aizawl, and Kolkata. These are the capital cities here. Okay, എല്ലാവരും മാർക്ക് ചെയ്തോ? Any doubt? No. Okay. Okay, so let's go to this chapter. Okay, Itanagar, Ranchi, Dispur, then Gangtok. Okay, no problem, Anna Varghese. Aizawl. Anna Varghese. Tell me, Anna. Anna Varghese എന്തോ പറയുന്നുണ്ടല്ലോ, റേഞ്ച് പ്രോബ്ലം കാരണം മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. Okay, Anna, I should mark your attendance. Okay, these are the capital cities in the eastern part of the India. Okay, and in this lesson, we study about all these capital cities in detail. The first. Anna Varghese എന്തോ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. Anna. Okay, the first city is Kolkata. Kolkata is the capital of West Bengal. I told you that earlier. Kolkata is the capital of West Bengal and it was earlier called Calcutta. Calcutta ആയിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ അതിന്റെ പേര് കൊൽക്കട്ട എന്നാണ്. ആരെയാണ് കൽക്കട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം no, that's the old name. The new name is Kolkata. Okay.
ഷുഗർ കെയിനും കൊണ്ട് That is not. അത് കൽക്കണ്ടം. ഇത് കൽക്കട്ട. ഓക്കെ, കൽക്കട്ട ഓൾഡ് നെയിമും കൊൽക്കട്ട ന്യൂ നെയിമും ആണ്. ഓക്കെ, it was earlier called by the name Calcutta, but the new name is Kolkata. Page number 208. ഇവ ഫാത്തിമയോട് ഞാൻ കുറെ നേരമായല്ലോ പേജ് നമ്പർ പറയുന്നു. ടീച്ചറെ കൊൽക്കട്ട അല്ല പുതിയ നെയിം അല്ല തെറ്റിപ്പോയി കൽക്കട്ട. അതല്ലേ ഞാൻ പറഞ്ഞത്. ഓൾഡ് നെയിം കൽക്കട്ട അല്ലെ, ന്യൂ നെയിം കൊൽക്കട്ട. ഇപ്പൊ കറക്റ്റ് ആയി ചേർക്കേ. കറക്റ്റ്. ഓക്കെ, കൊൽക്കട്ട ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹഗ്ലി. ഹഗ്ലി എന്ന് പറഞ്ഞ റിവറിന്റെ ബാങ്ക്സിലാണ് നമ്മുടെ കൊൽക്കട്ട ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ മേജർ പോർട്ട്. പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എന്താണ് പോർട്ട്? ഷിപ്പൊക്കെ വരുന്ന സ്ഥലം. Yeah, because this Kolkata, this West Bengal faces sea. ഒരു സീയുടെ അടുത്തല്ലേ നമ്മുടെ ഈ വെസ്റ്റ് ബംഗാൾ ഉള്ളത്? സീനെ ഫേസ് ചെയ്യുന്നില്ലേ? ബേ ഓഫ് ബംഗാളിന്റെ അടുത്ത്. അപ്പൊ സീയുടെ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ മേജർ പോർട്ട്. The hanging bridge on the Hugli was called ഹൗറ ബ്രിഡ്ജ്. അപ്പൊ നമ്മുടെ റിവർ ഹഗ്ലിയുടെ അടുത്താണ് കൊൽക്കട്ട ഉള്ളത്. അതുകൊണ്ട് ഹഗ്ലി, അത് ബേ ഓഫ് ബംഗാൾ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു മേജർ പോർട്ട് ആണ്. ആൻഡ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആൻഡ് ദ നെയിം ഈസ് എ ഹാങ്ങിങ് ബ്രിഡ്ജ് അക്രോസ് ദ റിവർ ഹഗ്ലി കോൾഡ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൗറ ബ്രിഡ്ജ്? No. That is the old name. The new name is Rabindra Setu. അപ്പൊ നമ്മുടെ റിവർ ഹഗ്ലിയുടെ മുകളിലൂടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, നല്ല തൂക്കുപാലമുണ്ട്. അപ്പൊ അതിന്റെ പണ്ടത്തെ പേരായിരുന്നു ഹൗറ ബ്രിഡ്ജ്. ദ ന്യൂ നെയിം ഈസ് രബീന്ദ്ര സേതു. ഓക്കെ, അനദർ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ഓൺ ദ റിവർ. ഇറ്റ്സ് കോൾഡ് വിദ്യാസാഗർ സേതു. അപ്പൊ വേറൊരു ബ്രിഡ്ജും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് വിദ്യാസാഗർ സേതു. സോ ടോട്ടൽ ഹൗ മെനി ബ്രിഡ്ജസ് ആർ there? How many bridges are there in total? 2. 3. 2. What are they? 2. What are they? Vidyasagar Setu. Yeah, very good, very good. Sagar Setu, River Hugli, Howrah Bridge. Yes. That is Anita Philip. How many bridges are there? How many bridges are there? 2. Okay. And what are they? Rabindra Setu. Vidyasagar Setu. ഇതാണ് നമ്മുടെ രവീന്ദ്ര സേതു, Howrah Bridge. ഹൗറ ബ്രിഡ്ജ്. ഇത് നൈറ്റ് വ്യൂ, ഇത് നമ്മുടെ ഡേ ടൈമിലുള്ള വ്യൂ. ദിസ് ബ്രിഡ്ജ് ഈസ്, ഇതാണ് നമ്മുടെ ഹഗ്ലി റിവർ കേട്ടോ. ഈ റിവറിന്റെ മുകളിലുള്ള ഈ ബ്രിഡ്ജ് ആണ് രവീന്ദ്ര സേതു. ഓക്കെ, അല്ലെങ്കിൽ ഹൗറ ബ്രിഡ്ജ്. ഇതല്ല വീഡിയോ. ഓക്കെ, ദിസ് ഈസ് ദി വീഡിയോ ആണ്, ഇത് ഫോട്ടോ ഇല്ല. ദിസ് ഈസ് രവീന്ദ്ര സേതു ആൻഡ് ഹിയർ കംസ് വിദ്യാസാഗർ സേതു. ഇതാണ് നമ്മുടെ വിദ്യാസാഗർ സേതു. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ട? വിദ്യാസാഗർ സേതു ആണോ രവീന്ദ്ര സേതു ആണോ? രണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ നൈറ്റിലെ വ്യൂ. നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല നൈറ്റ്സ് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഡെക്കറേഷൻ ആണ്. ഇത് ഡേ ടൈം അല്ലെ? ഇതാണ് നമ്മുടെ വിദ്യാസാഗർ സേതു. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? Rabindra Setu. Yes. This is Rabindra Setu and this is Vidyasagar Setu. Okay. Setu. Yes. Listen here. Then climate. The climate of this Kolkata. Kolkata is neither hot nor cold. It receives heavy rain between June and September. It receives heavy rain. June and September ആ ഒരു ടൈമിൽ ഹെവി റെയിൻ ആണ്. അതുകൊണ്ട് വീഡിയോ കാണിച്ചു തരാമേ.
ഇതല്ല വീഡിയോ വരുന്നതേ ഉള്ളൂ ഓൺ ദ വേ. ഓക്കെ. This Kolkata is neither hot nor cold. ഭയങ്കര ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല. And it receives heavy rain between June and September. ഈ ജൂൺ ടു സെപ്റ്റംബർ അവിടെ നല്ല മഴയായിരിക്കും. The weather is warm and humid during this month. അപ്പൊ ഈ ഒരു ടൈമില് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചൂടൊക്കെ അവിടെ ഉണ്ട്. വലിയ ചൂടൊന്നും ഇല്ല. It's warm and humid during these months. Okay. And what about the climate of Kolkata? ടെസ്സ മറിയ, എങ്ങനെയായിരിക്കും നമ്മുടെ കൊൽക്കട്ടയിലെ ക്ലൈമറ്റ് ഉണ്ടാവുക? Whether it is too hot or too cold? Hot, neither cold. Yeah, the climate is neither hot nor cold. നല്ല ചൂടും ഉണ്ടാവില്ല, നല്ല Kolkata is neither hot nor cold. It receives heavy rain between June and September. The weather is warm and humid during this month. Yes. Yeah, it receives heavy rainfall during the month of June and September under a warm and humid atmosphere or a weather warm and humid condition. A weather is there. അല്ലേ? അപ്പൊ വലിയ ചൂടുമില്ല, നമുക്ക് നല്ല suitable ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അല്ലേ? Then people, about the lifestyle of people, about the dressing style of people, about their food. Most men wear dhoti kurta or shirt trouser. That is, most men wear dhoti and kurta or shirt and trouser. Women wear saris, salwar kameez, jeans and skirts. Alle, women in dress endokayana? Women wear saris, salwar kameez, jeans and skirts. Okay. Bangla is the main language. Bangla is the main language of the people in Kolkata. Then most people eat rice. Fish curry and rasgulla are the popular food items. You can see the picture of rasgullas in that text. അപ്പൊ നിങ്ങൾ rasgulla എന്ന് പറഞ്ഞുള്ള food items കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ നമ്മുടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് നല്ല ഈ ഷുഗറിന്റെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബോൾ പോലെ ഇങ്ങനെ ഇടും. നല്ല മധുരമായിരിക്കും. അല്ലല്ല, രസഗുള എന്ന് പറയുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ അതിന് വേറൊരു കളറാണ്, ബ്രൗൺ കളറിലുള്ളൊരു ചെറിയ ചെറിയ റൗണ്ട്. അതിങ്ങനെ നല്ല നല്ല മധുരമുള്ള പഞ്ചസാര. അത് നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടുണ്ട്. അതാ അതിന്റെ പേര് ഇവിടെ നമ്മൾ പറയുന്ന പേര് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. But that is rasgulla, a sweet dish. ഇവർക്ക് അവിടെ ഡിസ്കസ് ചെയ്യാണ്. That is their favorite food is rice and fish curry, then rasgulla. These are the popular food items in Kolkata. അതല്ല, rasgulla എന്ന് പറയുന്നത് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. വെയിറ്റ്, ലെറ്റ് മീ ഷോ യു ദാറ്റ്. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കും അറിയില്ല? മിസ് കാണിച്ചു തരാം. നമുക്ക് അതിന്റെ വേറെ കളറിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഗുലാബ് ജാമുൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുലാബ് ജാമുൻ ഒരു വൈറ്റ് കളറുള്ളൊരു വെയിറ്റ്. അത് ഷോ യു. കണ്ടോ? ഇതാണ് വൈറ്റ് കളറിലുള്ള രസഗുള. ഓക്കെ, നമ്മുടെ ഗുലാബ് ജാമുൻ പോലെ തന്നെ ഉള്ളതാണിത്.
മിസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതാണ് രസഗുള. ഒരു സ്വീറ്റ് ഡിഷ് ആണ്. നമ്മുടെ നമ്മുടെ ഗുലാബ് ജാമുൻ പോലെ തന്നെ ഉള്ളൊരു സ്വീറ്റ് ഡിഷ് ആണ്. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇത് കാണാനുള്ള ശേഷിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മിസ്സിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷെയറിംഗ് മഞ്ഞയും ബ്രൗണും വൈറ്റും എല്ലാം ഉണ്ടോ? എല്ലാ കളറും ഉണ്ട്. കഴിച്ചിട്ടുണ്ട്. ഗുലാബ് ജാമുൻ പോലെ തന്നെയാണ് രസഗുള. കളറിന് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് കളറാണ് രസഗുള, ഗുലാബ് ജാമുൻ ഒരു ബ്രൗൺ കളർ. ഓക്കെ, എനിവേ ദീസ് ആർ ദ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഓഫ് കൊൽക്കത്ത. ഇനി കൊൽക്കത്തയുടെ ഫുഡ് ഐറ്റംസ് മറക്കാൻ പറ്റില്ലേ, എപ്പോ ചോദിച്ചാലും പറയണം. Next, Durga Puja is the main festival. People also like to watch cricket and football. Like you, the people like to watch cricket and football. Durga Puja is the festival. Okay. Festival. Okay. And what is the favorite, like popular food items in Kolkata? Rasagula, fish curry, most people eat fish curry and rasgulla are popular food items. Yes. And what is the festival celebrated by this Kolkata people? Durga Puja. Yeah, Durga Puja. Durga Puja is the main festival of people in Kolkata. Next, industries. There are many industries in Kolkata. Jute, silk, rice, paper and chemicals and few important industries. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ക്ലോത്ത് മേക്കിംഗ് ഇൻഡസ്ട്രീസ് ആയ ജൂട്ട്, സിൽക്ക്, അതിന്റെയൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട്. റൈസ്, പേപ്പർ ആൻഡ് കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. Many industries are there in Kolkata. Okay, that is industries like jute industry, silk industry, rice, paper, chemicals. Many industries are there. Then let's discuss about the transport. ഇവിടെയാണ് വീഡിയോ ഉള്ളത്, ട്രാൻസ്പോർട്ടിൽ. Okay, Kolkata has an underground metro. Underground metro. Metro എന്താന്ന് എല്ലാവർക്കും അറിയൂലേ? അപ്പൊ underground metro ഉണ്ട് നമ്മുടെ കൊൽക്കത്തയിൽ. And trams also run in some areas. Kolkata is the only city where trams are still in use. And the trams? That's my question. What do you mean by trams? Trams also run in some areas of this Kolkata. And Kolkata is the only state in which, sorry, not state. It is the only city where trams are still in use. ഇപ്പോഴും ട്രാംസ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റി കൊൽക്കത്തയാണ്. എന്താണ് ട്രാംസ്? നിങ്ങൾ ട്രെയിൻ യൂസ് ചെയ്യും? ട്രെയിൻ പോയിട്ടുണ്ടോ? ട്രെയിൻ കയറിയിട്ടുണ്ടോ? ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങളിങ്ങനെ ട്രെയിനിൽ കയറുമ്പോ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ല, ഈ ട്രെയിൻ നമ്മുടെ വീടിന്റെ മുറ്റത്തൂടെയൊക്കെ വന്നാൽ നല്ലതായിരിക്കും, നമുക്ക് വീടിന്റെ മുമ്പിൽ നിന്ന് ട്രെയിനിൽ കയറായിരുന്നു. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനമാണ് ട്രാം. ട്രെയിനും ബസ്സും കൂടി മിക്സ് ആയാൽ എന്താണോ അതാണ് ട്രാം. ഒച്ചയില്ലാത്ത ട്രെയിൻ ആണെങ്കിലോ അതാണ് നമ്മുടെ ട്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാംസിന്റെ വീഡിയോ ഉണ്ടാലോ? എല്ലാരും മ്യൂട്ട് ആക്കിക്കേ. എങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിക്കാം. All of you mute your mic. Sinan, tell me. എന്റെ ക്ലാസ് ഉണ്ട്. HP ക്ലാസ് ഉണ്ടോ? എന്നാ പിന്നെ സിനാൻ ലെഫ്റ്റ് ആയി, ബാക്കി യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. Okay, I am going to show you the video of trams. Tramsന്റെ വീഡിയോ കാണിക്കാൻ പോവാണേ. Okay.